ഓരോ ദിവസവും എത്ര ആൾക്കാരല്ലേ മരണപ്പെടുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനെന്താ മരണപ്പെടാൻ പോവുകയാണോ എന്ന്. എന്നാൽ അല്ല എന്ന് പറയാം. അതേപോലെ ഞാൻ മരണപ്പെട്ടെങ്കിലോ എന്ന് കരുതിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണല്ലോ, എനിക്ക് മൈഗ്രെയിൻ എന്നുള്ള ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്നലെ എനിക്ക് മൈഗ്രെയിൻ പെയിൻ വന്ന സമയത്ത് കൊയിലാണ്ടി സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിൽ ഞാൻ കാണിക്കുകയും അവിടുന്ന് കെക്നോവും ഫിനർഗാനും ഈ 2 മെഡിസിനും എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പം കെക്നോവ് ബട്ടക്സിനാണ് എടുത്തത്, ഫിനർഗാന് കൈക്കാണ് എടുത്തത്. അപ്പം ഫിനർഗാന് റിയാക്ഷൻ ആയിട്ടുണ്ട്. കൈ വളയൊക്കെ ഇട്ട് കൈ തടിച്ച് കിടക്കുക. അപ്പോൾ ഫിനർഗാൻ എനിക്ക് റിയാക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചില മെഡിസിനൊക്കെ എടുത്തിട്ട് ചില ആൾക്കാർ മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ. മെഡിസിൻ ആണല്ലോ, നമുക്ക് നെഗറ്റീവായിട്ട് ബാധിക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാനെങ്ങാനും എന്തെങ്കിലും കാരണവശാൽ ഇതിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതാണ്. കൈയൊക്കെ ചുവപ്പ് കളറായിട്ടുണ്ട്, ഒന്നായിട്ട് ചൊറിയുന്നുണ്ട്. അപ്പം ഞാൻ ഈ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഞാൻ പോയി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ. അപ്പോൾ അവിടുത്തെ സിസ്റ്റർ കാണുമ്പോഴേക്ക് പറഞ്ഞു കേട്ടോ, ഇത് ഫിനർഗാൻ മറ്റേ റിയാക്ഷൻ ആയതാണെന്ന്. പക്ഷേ ഡോക്ടർ പറഞ്ഞു അങ്ങനെ തൊട്ടൊക്കെ നോക്കി, കുഴപ്പമൊന്നുമില്ല, ഒരു മെഡിസിൻ എഴുതി തരാം, അതേപോലെ ഒരു ഓയിൽമെൻറ്റ് തേക്കാൻ തരാമെന്ന് പറഞ്ഞു. പക്ഷേ വൈകുന്നേരം ആവുന്നതിനനുസരിച്ച് ചൊറിയാണ്. ഇപ്പം മേത്തൊക്കെ ചൊറിച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൈഡ് എഫക്റ്റ് എങ്ങനെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. മുമ്പ് ഒരാൾ മരിച്ചതൊക്കെ കേട്ടിട്ടുണ്ട്, ഒരു ഡോക്ടർ വൈഫ് അങ്ങണ്ടും എന്തോ റിയാക്ഷൻ വന്നിട്ട്. അപ്പോൾ അതേപോലെ എന്തെങ്കിലും റിയാക്ഷൻ കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങൾ അറിയണം എന്നുള്ളത് കൊണ്ടാണ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിൽ, കൊയിലാണ്ടി ഹോസ്പിറ്റലിലാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തത്. അപ്പോൾ നല്ല സൈഡ് എഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ യൂട്യൂബിൽ ഇടണം എന്ന് കരുതിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതോടെ ഇതിൻ്റെ കൂടെ ഞാൻ വെക്കാം, ഒരു തെളിവിന് വേണ്ടിയിട്ട്, അത്രമാത്രം. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. ഇനി ഇത് വേറെ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കാണിക്കട്ടെ, എന്തായി എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ.